ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ 2023-24 അധ്യയന വർഷത്തെ സാമൂഹ്യശാസ്ത്രം വാർഷിക മൂല്യനിർണ്ണയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ മലയാളം മീഡിയം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം വേണ്ട കൂട്ടുകാർ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. 1 മുതൽ 4 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഓരോന്നിനും ഒരു സ്കോർ വീതം. ഒന്നാമത്തെ ചോദ്യം, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് കൂട്ടുകാരെ? യെസ്, ആദം സ്മിത്ത് ആണ്. എല്ലാ കൂട്ടുകാർക്കും അറിയാം ആരാണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. യെസ്, ആദം സ്മിത്ത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹര്യങ്ക രാജവംശത്തിലെ ഭരണാധികാരി ആരൊക്കെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്? ബിംബിസാറിനുണ്ട്, ശിശുനാഗൻ, കാലശോകൻ, മഹാപത്മനന്ദൻ. ഇതിൽ ആരാണ് ഹര്യങ്ക രാജവംശത്തിലെ ഭരണാധികാരി? അതെ, ബിംബിസാരനാണ്. ആൻസർ എന്താണ്? ബിംബിസാരൻ. ദെൻ മൂന്നാമത്തെ ചോദ്യം, അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ള ഭൂനികുതി. അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ള ഭൂനികുതി ഏതാണ് ആൻസർ? അതെ, ഓപ്ഷൻ സി ആണ്, ബാഗ. അല്ലേ? അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ള ഭൂനികുതിയാണ് ബാഗ. ദെൻ ലോക തണ്ണീർത്തട ദിനം എന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാണ്? യെസ്, ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ദെൻ 5 മുതൽ 7 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കാം. പ്രാചീന മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് ഗുഹാചിത്രത്തിൽ നിന്ന് ലഭിക്കുന്നത്? എന്തെല്ലാം വിവരങ്ങളാണ് ഗുഹാചിത്രത്തിൽ നമുക്ക് ലഭിക്കുന്നത്? യെസ്, മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സംഘമായി വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു. അവർ കലാവൈദഗ്ധ്യമുള്ളവരായിരുന്നു. എന്തൊക്കെ നമുക്ക് എഴുതാം? മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു, സംഘമായി വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു, അവർ കലാവൈദഗ്ധ്യമുള്ളവരായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ചേരന്മാർ തലസ്ഥാനം നൽകിയിട്ടുണ്ട് മുച്ചിരി. ദെൻ പാണ്ഡ്യന്മാർ തലസ്ഥാനം ഏതാണ്? അതെ, മധുരൈ ആണല്ലേ. പാണ്ഡ്യന്മാർ തലസ്ഥാനം ഏതാണ്? മധുരൈ. ദെൻ ഉറയൂർ എന്ന് നൽകിയിട്ടുണ്ട്. ഉറയൂർ അല്ലേ തലസ്ഥാനം നൽകിയിട്ടുണ്ട്. ആരുടേതാണ്? അതെ, ചോളന്മാരാണല്ലേ. ആരാണ്? ചോളന്മാർ. അപ്പം എ മധുരൈ, ദെൻ ബി ചോളന്മാർ. ഓക്കെ, ദെൻ ചെറിയ തോത് ഭൂപടങ്ങൾ എന്നാൽ എന്ത്? ഒരു ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചെറിയ തോത് ഭൂപടങ്ങൾ എന്നാൽ എന്താണ്? യെസ്, വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് എന്ത്? യെസ്, ചെറിയ തോത് ഭൂപടങ്ങൾ. എന്താണ് ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ? വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെ എഴുതാം? അറ്റ്ലസ് ഭൂപടം എഴുതാം, ചുമർ ഭൂപടം എഴുതാം. ഓക്കെ, ഇവയ്ക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് 2 മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. അപ്പോൾ 8 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും കൂട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, 8ാമത്തെ ചോദ്യം നോക്കാം. ശിലകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എളുപ്പമാണല്ലേ. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്ന ശിലകൾ ഏതാണ്? നമുക്കറിയാം ഏതാണ്? യെസ്, ആഗ്നേയ ശിലകളാണ്. ദെൻ അവസാദ ശിലയ്ക്ക് ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ എഴുതാം? മണൽക്കല്ല് എഴുതാം, ചുണ്ണാമ്പ് കല്ല് എഴുതാം. ഓക്കെ, ദെൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? അതെ, കായാന്തരിത ശിലകളാണ്. അതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ കൂട്ടുകാരെ. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണ്? കായാന്തരിത ശിലകൾ. ഓക്കെ, ദെൻ 9ാമത്തെ ചോദ്യം നോക്കാം. സാമൂഹ്യ നിയന്ത്രണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതുക. അപ്പോൾ ആദ്യം കൂട്ടുകാർ എന്ത് ചെയ്യണം? സാമൂഹ്യ നിയന്ത്രണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്ന് എഴുതണം. എന്താണ് കൂട്ടുകാരെ സാമൂഹ്യ നിയന്ത്രണം കൊണ്ട് അർത്ഥമാക്കുന്നത്? അതെ, സ്വസ്ഥപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്താനും നിലനിർത്താനുമായി ഓരോ സാമൂഹ്യ സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളുടെയും ഇടപെടലുകളെയുമാണ് എന്ത് പറയുന്നത്? അതെ, സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. എന്താണ്? സ്വസ്ഥപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്താനും നിലനിർത്താനുമായി ഓരോ സാമൂഹ്യ സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളുടെയും ഇടപെടലുകളെയുമാണ് എന്ത്? സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? സവിശേഷതകളും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം നമുക്ക് സവിശേഷതകൾ എന്തൊക്കെ എഴുതാം? ഓരോ സമൂഹത്തിലും പൊതുവെ അംഗീകരിക്കപ്പെട്ട ചില പെരുമാറ്റ രീതികളുണ്ട്. എന്താണ്? ഓരോ സമൂഹത്തിലും പൊതുവെ
അംഗീകരിക്കപ്പെട്ട ചില പെരുമാറ്റ രീതികളുണ്ട്. ഇതിനെന്താ എഴുതാം? പെരുമാറ്റ നിയന്ത്രണത്തിനും സാമൂഹീകരണത്തിനും ഉചിതമായ സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകുന്നു. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം. പോലീസ്, കോടതി, ജയിൽ, പട്ടാളം തുടങ്ങിയ സംവിധാനങ്ങൾ സാമൂഹിക നിയന്ത്രണം ഔപചാരികമായി നിർവഹിക്കുന്നു. ദെൻ സാമൂഹ്യ നിയന്ത്രണത്തിന് വിധേയരാകാത്തവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയോ അത്തരം പെരുമാറ്റങ്ങൾ ഇല്ലാതാക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാനുള്ള സ്ഥാപനങ്ങളും സംവിധാനങ്ങളും സമൂഹത്തിൽ ഉണ്ടായിരിക്കും. അപ്പം കൂട്ടുകാരെന്ത് ചെയ്യുക? ഇതുപോലെ സവിശേഷതകളും എഴുതുക. സാമൂഹ്യ നിയന്ത്രണം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 10ാമത്തെ ചോദ്യം. ആഗോളതാപനം ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നത് എങ്ങനെയൊക്കെയാണ്? ആഗോളതാപനം ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നത്? അതെ, എന്താണ്? ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്നതിലൂടെ സമുദ്രജല നിരപ്പുയരും. എന്താണ്? ധ്രുവപ്രദേശങ്ങളിലൂടെ മഞ്ഞുരുകുന്നതിലൂടെ സമുദ്രജലനിരപ്പ് ഉയരും. അതുപോലെ തന്നെ എന്താണ്? സമുദ്രതീര ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന നാശം. ദെൻ ഭക്ഷ്യ ദൗർലഭ്യം, വൻതോതിലുള്ള കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥയിലെ പല സസ്യജന്തുജാലങ്ങളുടെയും നാശത്തിന് വഴിതെളിക്കും. അപ്പം എന്തൊക്കെയാണ്? ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുങ്ങുന്നതിലൂടെ സമുദ്രജലനിരപ്പ് ഉയരും, സമുദ്രതീര ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന നാശം, ദെൻ ഭക്ഷ്യ ദൗർലഭ്യം, വൻതോതിലുള്ള കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. ആവാസ വ്യവസ്ഥയിലെ പല സസ്യജന്തുജാലങ്ങളുടെയും നാശത്തിന് വഴിതെളിക്കും. ഇതൊക്കെ തന്നെയല്ലേ കൂട്ടുകാർ എഴുതിയിട്ടുള്ളത്? ഓക്കെ, ഇതേ നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കാം. പ്രളയം ഒരു ദുരന്തമായി മാറുന്നതിന് കാരണമാകുന്ന കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്തെല്ലാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തെല്ലാമാണ്? അതെ, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞ് കേരളത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് എങ്ങനെയാണ്? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞിട്ട് അല്ലേ? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞ കേരളത്തിൻ്റെ ഘടന. അതുപോലെ തന്നെ മറ്റൊരു ഭൂസവിശേഷത എന്താണ്? കുന്നുകളും ചെങ്കുത്തായ മലനിരകളുമാണല്ലേ. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എന്ത് എഴുതാം? വൻതോതിൽ നെൽപ്പാടങ്ങൾ മറ്റാവശ്യങ്ങൾക്കായിട്ട് മണ്ണിട്ടു നികത്തിയത്. അതുപോലെ തന്നെ വ്യാപകമായ കുന്നിടിക്കൽ, പാറ പൊട്ടിക്കൽ, നദികളിലെ മണലൂറ്റ്, അതുപോലെ അശാസ്ത്രീയമായ ഭൂവിനിയോഗം. ദെൻ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ ഇടപെടലുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും. ഇതൊക്കെയാണ് പ്രളയം ദുരന്തമായി മാറുന്നതിന് കാരണമാകുന്ന ഭൂമിശാസ്ത്ര സവിശേഷതകൾ. ഓക്കെ, ദെൻ സാമൂഹ്യ സംഘം എന്ന നിലയിൽ കുടുംബത്തിൻ്റെ സവിശേഷതകൾ എഴുതുക. എന്തൊക്കെയാണ്? ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ നൽകിയിട്ടുണ്ടായിരുന്നല്ലേ. ഓക്കെ, എന്തൊക്കെയാണ് സവിശേഷതകൾ? ചെറിയ സംഘം, പരിചിതർ, ഉയർന്ന സംഘബോധം, പൊതുവായ ചില പ്രവർത്തന രീതി, അംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു, വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. സാമൂഹ്യ സംഘമായ കുടുംബത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ചെറിയ സംഘം, പരിചിതർ, ഉയർന്ന സംഘബോധം, പൊതുവായ ചില പ്രവർത്തന രീതി, അംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു, വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കൂ. 13 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 4 സ്കോർ വീതം എന്ന് പറഞ്ഞിട്ടുണ്ട്. 13ാമത്തെ ചോദ്യം എന്താണ്? ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണത്തിന് സഹായകമാകുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കാമല്ലേ. അതുപോലെ തന്നെ എന്താണ്? വനങ്ങൾ നിലനിർത്തുക, മരങ്ങൾ നട്ടുവളർത്തുക, ബഹുനില കൃഷി, തട്ടുകൃഷി, പുതയിടൽ, തടയണകൾ നിർമ്മിക്കുക, അതുപോലെ തന്നെ കയ്യാലകൾ നിർമ്മിക്കുക. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, വനങ്ങൾ നിലനിർത്തുക, മരങ്ങൾ നട്ടുവളർത്തുക, ബഹുനില കൃഷി, തട്ടുകൃഷി, പുതയിടൽ, തടയണകൾ നിർമ്മിക്കുക, കയ്യാലകൾ നിർമ്മിക്കുക. ദെൻ ഹരിത വിപ്ലവം എന്നാൽ എന്തെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ഹരിത വിപ്ലവം എന്നാൽ എന്താണ് കൂട്ടുകാരെ? അതെ, 2ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷവും ഇന്ത്യയുടെ ഭക്ഷ്യ ദൗർലഭ്യം പരിഹരിക്കാൻ കഴിയാത്തതിനാൽ കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ എന്ത് ചെയ്തു? ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. അതായത് 1960 മുതൽ 1970 വരെയുള്ള 1ാം ഘട്ടത്തിലും 1970 മുതൽ 1980 വരെയുള്ള 2ാം ഘട്ടത്തിലുമായി നടന്ന കാർഷിക രംഗത്ത് ഈ മാറ്റമാണ് എന്താണ് അറിയപ്പെടുന്നത്? ഹരിത വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇതുപോലെ കൂട്ടുകാർ എഴുതിയിട്ടുണ്ടല്ലോ.
then എന്താ ചോദിച്ചിട്ടുള്ളത്? ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി ഇന്ത്യയിലെ കാർഷിക മേഖലയിലുണ്ടായ നേട്ടങ്ങൾ എഴുതാനും പറഞ്ഞിട്ടുണ്ടല്ലേ. നമുക്ക് ഹരിത വിപ്ലവത്തെ മറ്റൊരു രീതിയിൽ എങ്ങനെ എഴുതാം? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം. പോയിന്റും കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നേട്ടങ്ങൾ എഴുതാം. എന്തൊക്കെയാണ്? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നെല്ല്, ഗോതമ്പ് എന്നിവയുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിഞ്ഞു. നെക്സ്റ്റ് എന്തെഴുതാം? യെസ്, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാൻ കഴിഞ്ഞു. 2 നേട്ടങ്ങൾ കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ 15ാമത്തെ ചോദ്യം, എ കോളത്തിന് അനുയോജ്യമായവ ബി കോളം ക്രമപ്പെടുത്തി എഴുതുക. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങൾ. എല്ലാവർക്കും അറിയാം എന്താണത്? തണ്ണീർത്തടങ്ങളാണല്ലേ. ആൻസർ എന്താണ്? തണ്ണീർത്തടങ്ങൾ. അപ്പോൾ യോജിപ്പിച്ച് ക്രമപ്പെടുത്തി എഴുതാം. അപ്പോൾ ഉപരിതലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങൾ തണ്ണീർത്തടങ്ങൾ. ദെൻ ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പ് എന്താണത്? അതെ, ജലപീഠമാണല്ലേ. ആൻസർ എന്താണ്? ജലപീഠം. ദെൻ ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പ് ജലപീഠം. ഇനി ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ജലം, യെസ്, ഏതാണ്? ഭൂഗർഭജലം. ദെൻ മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകളാണ് എന്ത്? അരിപ്പക്കിണറുകൾ. അപ്പോൾ ഇതുപോലെ ക്രമപ്പെടുത്തി കൂട്ടുകാർ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 16 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോന്നിനും 5 സ്കോർ വീതമാണ്. അപ്പം കൂട്ടുകാർ എന്താണ്? എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക തന്നെ വേണം. ഓക്കെ, നമുക്ക് നോക്കാം. 2018 കേരളത്തിലുണ്ടായ പ്രളയത്തിൻ്റെ ആഘാതങ്ങളെ സംബന്ധിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. എളുപ്പമായിരുന്നു ക്വസ്റ്റ്യൻ. കാരണം എന്താണ്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കഴിഞ്ഞ വർഷം വന്ന അതേ ചോദ്യമാണല്ലേ ഇത്. ഓക്കെ, നമുക്ക് എഴുതാം. എന്തൊക്കെ എഴുതാം? ജലസംഭരണികളുടെ ക്രമീകരണം. 2018 ഓഗസ്റ്റ് മുതൽ ഓഗസ്റ്റ് 19 വരെ പെയ്ത മഴയെ തുടർന്ന് ജലസംഭരണികളിലേക്കുണ്ടായ നീരൊഴുക്ക് സംഭരണികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ ജലത്തെ ക്രമീകരിക്കാനായി 37 അണക്കെട്ടുകളും തുറക്കേണ്ടി വന്നു. ഇടുക്കി അണക്കെട്ടിൻ്റെ 5 ഷട്ടറുകളും 26 വർഷത്തിനു ശേഷം തുറക്കേണ്ടി വന്നു. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞാണ് കേരളത്തിൻ്റെ ഭൂഘടന. ഇടുക്കി, വയനാട് ജില്ലകളിൽ പെയ്ത മഴ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഇടയാക്കി. ആകെ 381 ഉരുൾപൊട്ടലുണ്ടായി. ഇനി കാർഷിക മേഖലയിലുണ്ടായ ആഘാതങ്ങൾ എഴുതാം. എന്താണ്? 10.80 ലക്ഷം കർഷകരെ പ്രത്യക്ഷമായി ബാധിച്ചു. ദെൻ 51,194 ഹെക്ടർ കൃഷിഭൂമിയിൽ മാലിന്യങ്ങളും പ്രളയത്തിൽ ഒഴുകിവന്ന വസ്തുക്കളും അടിഞ്ഞുകൂടി. ദെൻ 2,36,650 ഹെക്ടർ പ്രദേശത്തെ കൃഷി നശിച്ചു. ദെൻ വളർത്തുമൃഗങ്ങൾ എന്താണ്? എന്തൊക്കെയാണ് ഉണ്ടായത്? പശു, ആട്, എരുമ, പോത്ത്, കന്നുകുട്ടി, നായ, കോഴി തുടങ്ങി എല്ലാത്തരം വളർത്തുമൃഗങ്ങളും മറ്റനേകം ജീവജാലങ്ങളും ചത്തൊടുങ്ങി. ദെൻ ജീവഹാനി എഴുതാം. 2018 മെയ് 29 മുതൽ 2019 ജനുവരി 30 വരെ 513 പേർക്ക് ജീവഹാനി സംഭവിച്ചു. അതിൽ 28 പേർ മുങ്ങിമരണം വഴിയും 152 പേർ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലിൽപ്പെട്ടും 153 പേർ മറ്റു വിധേന. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ കണ്ട കൂട്ടുകാർക്കൊക്കെ എക്സാം എളുപ്പമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണല്ലേ. നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. അതുപോലെ തന്നെ കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. ദെൻ പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ദെൻ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. നെക്സ്റ്റ് എഴുതാം. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ട്രോപ്പോസ്ഫിയറിൻ്റെ സവിശേഷതകളാണല്ലേ. എല്ലാ ലെയറും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഏതോ 8 ലെയറേ പറഞ്ഞിട്ടുള്ളൂ. ഏതാണ്? ട്രോപ്പോസ്ഫിയർ മാത്രമാണ് നമ്മൾ എഴുതേണ്ടതുള്ളൂ. ട്രോപ്പോസ്ഫിയറിൻ്റെ സവിശേഷതകളാണ്.
നമുക്ക് എന്തൊക്കെ എഴുതാം? ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ഉയരം 13 കിലോമീറ്റർ വരെ. ദെൻ മധ്യരേഖാ പ്രദേശത്ത് വായു ചൂടുപിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ കൂടുതൽ ഉയരമുണ്ട്. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. ദെൻ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയവ സംഭവിക്കുന്ന സംക്രമണ മേഖലയാണ് ഇത് ട്രോപ്പോപാസ്. എളുപ്പമായിരുന്നല്ലേ കൂട്ടുകാരെ ക്വസ്റ്റ്യൻ പേപ്പർ? നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നല്ലേ? എല്ലാ കൂട്ടുകാർക്കും എളുപ്പമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.